മാഹിയോടാണ് ഞങ്ങൾ ലോഹാസിന് വീഡിയോസ് എടുക്കണം എന്നിട്ട് പറ ചേച്ചി എന്തോ വളരെ ഓക്കെ. ആദ്യം ഞാൻ വീഡിയോ ഇറക്കട്ടെ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ചേച്ചിക്ക് നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോങ്കോങ്ങിൽ വിത്ത് 3 മലയാളികളുടെ കൂടെയാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഒരു ചേച്ചി എനിക്കൊന്ന് ഈ ചേച്ചിയാണ് കേട്ടോ ആദ്യം, റിജു ചേച്ചിയാണ് എനിക്ക് ഒന്ന് ആദ്യം ഹോങ്കോങ്ങിലെ ആദ്യ മലയാളിയായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടത് ഏറ്റവും അവസാനമായിട്ടുള്ള മലയാളിയാണ്. ഇതിനു മുമ്പ് ഞാൻ കുറേ മലയാളികളെ കണ്ടു. ചേച്ചി ഹായ് പറയൂ. ഹലോ, എന്താ പേര്? എൻ്റെ റിജോ. എവിടെയാ സ്ഥലം? എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ അയ്യോ ഒരു മിനിറ്റ് കട്ട് ചെയ്യണേ. കട്ടൊന്നുമില്ല, പറഞ്ഞാൽ മതി. അയ്യോ പ്ലീസ്. ഓക്കെ പറ കേട്ടോ. ഞാനിവിടെ വന്നിട്ട് 5 വർഷമായി, 6 വർഷമായി. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു, പുള്ളി IT പ്രൊഫഷണലാണ്. അതിനുശേഷം ഡിപ്പെൻഡ് വിസയിൽ ഞങ്ങൾ വന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, ഇന്റർനാഷണൽ സോഷ്യൽ സർവീസിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് 2 പിള്ളേരാണ്. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് ഹോങ്കോങ്? കുഴപ്പമില്ലാതെ പോകുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. എത്ര വർഷമായി ചേച്ചി? 6ാമത്തെ വർഷം ഇത്. 6ാമത്തെ വർഷം. അതെ അതെ. ഓക്കെ. ഇവിടെ വേറെ 2 പുതിയ മുഖങ്ങളുണ്ട് കേട്ടോ. ഇവർ ഹോങ്കോങ്ങിൽ ഒരാൾ 3 മാസം, ഒരാൾ 3 ആഴ്ച. ഹായ്, പേരെന്താ? എൻ്റെ പേര് അൽഫോൺസ്. അൽഫോൺസ്. ഹായ്, എൻ്റെ പേര് അനില. എവിടെയാ സ്ഥലം? നാട്ടിൽ കണ്ണൂര്. നാട്ടില് ആലുവ. വൈബൊന്നും വരുന്നില്ലല്ലോ വീഡിയോയില്. വീഡിയോ വന്നപ്പോ ഓഫായി കേട്ടോ. എന്ത് ചെയ്യാ ഇവിടെ? ഞാൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇതാണ് കേട്ടോ, അതായത് ഫസ്റ്റ് ഇന്ത്യൻ അല്ല, ഫസ്റ്റ് മലയാളി നേഴ്സ്. ഫസ്റ്റ് ഇന്ത്യൻ നേഴ്സ് ഓഫ് കോഴ്സ്. ഫസ്റ്റ് തായ്വാൻകാരും പിന്നെ മക്കാവുകാരും ഒഴിച്ച ഫസ്റ്റ് ഇന്റർനാഷണൽ നേഴ്സാണ് കേട്ടോ. ഹോങ്കോങ്ങിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ നേഴ്സ് ഈ കാണുന്നതാണ് കേട്ടോ. ഈ സെക്കൻഡ് ഇന്റർനാഷണൽ നേഴ്സ് കേട്ടോ. അതായത് നേഴ്സുമാരെ ഇവരങ്ങനെ പുറത്തൊന്നും എടുക്കുന്നില്ലായിരുന്നു. എനിക്കൊന്ന് തായ്വാനും മാഹിന്റെ വ്യൂവേഴ്സിനോടൊന്ന് പറഞ്ഞേര്, ഹോങ്കോങ്ങിലേക്ക് ഒരുപാട് നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസിനെ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പം ആരെങ്കിലും നഴ്സുമാരാണെങ്കിൽ അപ്പൊ ഞാനൊരു ബിസിനസ് പ്ലാൻ തുടങ്ങട്ടെ. ഓക്കെ, ധൈര്യമായിട്ട്. ഓക്കെ, അപ്പോൾ 100% ജെനുവിൻ ആണ് കേട്ടോ. ജെനുവിനല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നേഴ്സുമാർ ഇവിടെ വരണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. പറയും എന്നെ കോൺടാക്ട് ചെയ്തോളാം. പറയാം എന്നെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് ചേച്ചി കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് ചെയ്യാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ എത്തട്ടെ, റൂട്ട് അറിയാം. അതെ 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 അതെ. പറ ബാക്കി. അപ്പോൾ ഇവിടെ നേഴ്സുമാരെ എടുക്കുന്നുണ്ട്. നേഴ്സുമാരെ എടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ വന്നിട്ട് ഞാനൊരു നേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല, കാരണം കുറേ ഗ്യാപ്പ് വന്നല്ലോ. അപ്പോൾ അന്നേരത്തേന് ഞാൻ വേറെ ജോലിക്ക് കയറിയിരുന്നു, ISSൽ കയറിയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ എന്നാൽ ഒരുപാട് മലയാളി നേഴ്സുമാരുണ്ടല്ലോ, IELTS OET ഒക്കെ പാസ്സായിട്ട് കിട്ടാതെ പുറത്തോട്ട് പോകണം, എന്നാൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവരിലേക്ക് എത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൊരു വീഡിയോസ് ഇട്ടു. ഇതിന്റെ പൈസ ഞാൻ പിന്നീട് വാങ്ങാം കേട്ടോ. പ്രൊമോഷന്റെ പൈസ ഞാൻ പിന്നീട് വാങ്ങാം. പറഞ്ഞോ. പ്രൊമോഷനല്ല, പേര് പറയണ്ടല്ലോ. ഇല്ലല്ല, പറഞ്ഞോ. പേര് പറ. അല്ല എന്താ, യൂട്യൂബ് ചാനലിന്റെ അത് യൂട്യൂബിന്റെ ചാനൽ സ്കൈലൈൻ സ്റ്റോറീസ് ഹോങ്കോങ് എന്നാണ്. അപ്പോൾ അതിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് നേഴ്സുമാരിലേക്ക് അത് റീച്ചായി. അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തു. ഇപ്പോൾ പ്രസന്റ്ലി ഒരു 30 മലയാളി നേഴ്സുമാർ ഹോങ്കോങ്ങിലേക്ക് ഇന്റർവ്യൂ പാസ്സായി. അതിൽ 2 നേഴ്സുമാർ ഇവിടെ എത്തി. അതെ, ഇവര് 3ാമത്തെ ആള് ഈ മാസം എത്തും. ബാക്കിയുള്ളവരുടെ പ്രോസസ്സിങ് നടക്കുന്നു. അപ്പം അതാണ് നിലവിലെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ 10-30-40 നേഴ്സുമാരെയൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്ന സ്ഥലത്താണോ ചേച്ചി താമസിക്കുന്ന സ്ഥലം? ഇവിടെ കുറേ മലയാളികളുണ്ടോ? ഇവിടെയാണ് ഹോങ്കോങ്ങിലെ ഏറ്റവും കൂടുതൽ മലയാളി. എത്ര മലയാളികളുണ്ട് ഇവിടെ? ഒരു 10-40. അതിൽ ഏതോ മലയാളികൾ എന്തോ പറഞ്ഞല്ലോ, അത് പറ. ഇല്ല, ആരും ഒന്നും പറഞ്ഞു. ഏതോ മലയാളി പറഞ്ഞു മാഹീനെ ഒരു സ്ഥലത്ത് കാണിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അതാണ് കേട്ടോ ചേച്ചി പറഞ്ഞു വന്നാ. അതെ, ഞാൻ മാഹിന് കുറെ ഇടത്ത് പോയല്ലോ. അപ്പം മലയാളികളുള്ള സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യണം അവരെന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് ഹോങ്കോങ്ങിൽ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അത് പ്രത്യേകം പറഞ്ഞ ആരാ? പേര് പറ. പേര് അവർ കമന്റ് ചെയ്യാൻ പറയാം. അവർ കമന്റ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ ഈ കാണുന്ന ഇതുപോലുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ ധാരാളം നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പെഷ്യലി സിറ്റിയിലൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ പുറത്തോട്ട് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു മെട്രോ ലൈനിൻ്റെ അവസാന എൻഡിങ് ആണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നതും വേറൊരു മെട്രോ ലൈനിൻ്റെ അവസാന എൻഡിങ് ആണ്. ഈ മെട്രോ ലൈനുകളുടെ അവസാന എൻഡിങ്ങുകൾ പോകുമ്പോൾ ഇതുപോലുള്ള റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ ധാരാളം കാണാൻ സാധിക്കും. ഇത് എന്നതാ എണ്ണി നോക്കിയാൽ 50 നില കൂടെ. എത്ര നില ഉണ്ട് ചേച്ചി? ഇവിടെ
75-65 നിലകളാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്ങിൽ. എൻ്റെ അമ്മോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവരുടെ കൂടെ ഒന്ന് കറങ്ങിയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഡിന്നറൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ്. എമ്മിക്കുട്ടിയെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ലാസ്റ്റ് ഇന്ന് എമ്മിക്കുട്ടിക്ക് എന്തോ പരിപാടിയുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് വന്നില്ല. അപ്പോൾ നമുക്ക് കാണാം. ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ എടുക്കുവാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളാണ്. ചേച്ചി പറ, ഞാൻ എന്തൊക്കെ എടുക്കണമെന്ന്? എല്ലാം എടുക്കണം. ഇത്രയും നല്ല ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ എന്താണേലും എടുക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നിയില്ല. നമ്മൾ ഇവിടുത്തെ മിനി ബസ് എടുത്തിട്ട് നമ്മൾ അടുത്ത ബസ്സിൽ കയറി. ചേച്ചി എവിടെ നമ്മൾ പോകുന്നത്? സൈക്കോങ്. നമ്മൾ സായ്ക്കുങ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോവാണ്. നിങ്ങൾ എന്താ ചിരിക്കുന്നത്? നമ്മൾ സായ്ക്കുന്നിലോട്ട് പോകുന്ന മലനിരകളാണ് കേട്ടോ. അടിപൊളി. നമ്മുടെ സായ്ക്കുന്നെന്ന് പറയുന്ന ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ സാധാരണ ആളുകൾ, ലോക്കൽസൊക്കെ താമസിക്കുന്ന വീടുകളാണെന്ന് തോന്നുന്നു. പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ വലിയ വലിയ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ബീച്ച് സൈഡിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ അതിന് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ഈ പണമുള്ള ആളുകൾ, ഹോങ്കോങ്ങിൽ ഭൂരിഭാഗം ആളുകളും പണമുള്ള ആളുകളാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ ചൈനയിൽ കമ്മ്യൂണിസം വന്നതിന് ശേഷം അന്ന് ചൈനയിലുള്ള മെയിൻലാൻഡിൽ നിന്നുള്ള പല ആളുകളും ഹോങ്കോങ്ങിലോട്ട് വന്നു. അപ്പോൾ അന്ന് മുതൽ ഈ പൈസക്കാരാണ് കേട്ടോ ഈ ഹോങ്കോങ്ങിൽ കൂടുതൽ ആളുകളുള്ളത്, ഹോങ്കോങ്ങുകാർ, ചൈനീസുകാർ. അപ്പോൾ മിക്ക ആൾക്കാരും ഇവർക്ക് പുറത്തോട്ടൊക്കെ ഫ്ലാറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സിറ്റിയിലും എല്ലായിടത്തൊക്കെ താമസിക്കുന്നത് ഈ എക്സ്പാക്റ്റുകളും വേറെ ഇവിടുത്തെ ലോക്കൽസും താമസിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി നെക്സ്റ്റ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ഹങ്കുങ്. അയ്യോ, എവിടെയായിരുന്നു? സൈക്കും. സോറി, എന്തെങ്കിലും പറയാനുണ്ടോ? പറ. അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഇരിക്കാൻ, അവർ ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നത്. ഒരാൾക്ക് ചുമയാണ് കേട്ടോ. സിറ്റി ലൈഫ് മാത്രമേ ഒരു കണ്ടിട്ടുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റോടെ നമ്മുടെ ഹോങ്കോങ്ങിൽ ധാരാളം മല ഏരിയകളും സംഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ പോകുന്നത്. ഹലോ, Indonesian? Yes. Apa kabar? Baik, Mashallah. Today you don't have work? I have work, but because tomorrow I have move, so I go to my sister's house. Okay. You're living here from how many years? In Hong Kong. Almost 10 years. 10 years. Many Indonesian people here. Yes, Many people. 10 വർഷമായിട്ട് കേട്ടോ പുള്ളിക്കാരി ഇവിടെ താമസിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നമ്മുടെ സായ്ക്കുന്നിലോട്ട് വന്നിട്ടുണ്ട്. സായ്ക്കുന്ന് അല്ലേ? കുന്ന്, മല, കുങ്. പക്ഷെ നമ്മൾ സായ്ക്കുന്നെന്ന് പറയാം. ഇതാണ് നമ്മുടെ ഏരിയ. തൊട്ടടുത്ത് നമ്മുടെ ഹാർബർ ഭാഗങ്ങളാണ്. നമ്മളൊരു കറക്റ്റ് ഒരു ബീച്ച് ടൂറിസ്റ്റ് ഏരിയയിൽ വന്ന ആ ഒരു കറക്റ്റ് ഒരു ഫീൽ കേട്ടോ. നമ്മുടെ ഹാർബർ തൊട്ട് ഫ്രണ്ടിലാണ്. ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഏതോ ഭക്ഷണം കഴിക്കാനാണ്, ഐസ്ക്രീം എന്തോ വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയ്ക്ക് ആളുകൾ ഇവിടെ ക്യൂ പാലിച്ചിരിക്കുന്നത്. അയ്യോ, ഐസ്ക്രീമിനല്ലേ? ഈ കാണുന്ന ഐസ്ക്രീമിനാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ആളുകൾ താണ്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മളിവിടെ ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഷാർപ്പ് ഐലൻഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഐലൻഡിലോട്ട് പോകാനായിട്ടുള്ള ഷാർപ്പ് ഐലൻഡ് അങ്ങനത്തെ കുറേ ബോട്ടിങ്ങിന് വേണ്ടി ഇതാണ് $30, $40, അതായത് 3200, 3500, 4500 ആ ഒരു റേറ്റിനൊക്കെ ഇതുപോലുള്ള ബോട്ടുകൾ പോകും. നമുക്ക് എന്നിട്ട് നമ്മുടെ ഷാർപ്പ് ഐലൻഡിൽ പോയിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഒരു ബോട്ടിൻ്റെ പിയർ നമുക്കിവിടെ, അത് പബ്ലിക് ബോട്ടിൻ്റെ പിയറാണ് കേട്ടോ ആ കാണുന്നത്. അത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കുറേ യോട്ടുകളുണ്ട്. ധാരാളം ആളുകൾ സെയിലൊക്കെ ചെയ്ത് അത് വന്നിട്ട് അവർ ബോട്ടൊക്കെ ഒതുക്കി ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വിദേശികളെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതൊക്കെ നമ്മുടെ മത്സ്യബന്ധനം നടത്തി വരുന്ന ബോട്ടുകളാണ്. ഞാനിവിടെ ഒരു സംഭവം കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്ക് ലൈവായിട്ട് പലതരത്തിലുള്ള മത്സ്യവിഭവങ്ങൾ കാണാൻ സാധിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അവർ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അവർ കേബിളിലാക്കി അടിച്ചു പൊളിച്ച് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് തരും. ഇവിടെ ഇതെന്താണ്? കക്കയല്ലേ? കക്കയുടെ പലതരം വെറൈറ്റികൾ.
ഇവിടെ നമ്മുടെ ലോബ്സ്റ്റർ അതെന്താ? അത് കക്കയുടെ അതിന്റെ പേര് എനിക്കറിയില്ല. മുകളിലത്തെ ലോബ്സ്റ്റർ, മുകളിലത്തെ വലിയ ലോബ്സ്റ്റർ, പലതരത്തിലുള്ള മത്സ്യവിഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. തൊപ്പിയോ? ടോപ്പില്. ഓ അടിപൊളി കേട്ടോ മീനുകള്. ഇതൊക്കെ കണ്ടില്ലേ? ഓ ഞണ്ടിന്റെ വലിപ്പം നോക്കിക്കേ. ഇവിടെ വേറെ മീനുകള്. പുള്ളിക്കാരൻ അത് പെട്ടെന്ന വിദ്യ നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ അരി പാറ്റുന്ന പോലെ അല്ലേ? അരി പാറ്റുന്ന പോലെ പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളർഫുൾ അടിപൊളി മീനുകൾ. പക്ഷെ ഇതൊന്നും ഇത് ഞണ്ടുകള്, പലതരത്തിലുള്ള ഞണ്ടുകളൊക്കെയാണ്. ഇവിടെ 2 ക്യൂട്ട് കുട്ടികൾ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവിടെ നോക്കിക്കേ, 2 ക്യൂട്ട് കുട്ടികൾ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേച്ചിയെ കണ്ടോണ്ട് പേടിച്ച് ഓടി. പേടിക്കണ്ട ഇരുന്നോ. ഹലോ. അവന് പേടിയതോ. ഇവിടുത്തെ മീൻ കണ്ടില്ലേ? ഇത്രയും വലിപ്പമുള്ള മീന്. എന്റെ അമ്മോ. ഈ മീൻ എത്രയോ ചേച്ചി? വില വയ്ക്കോ? നമുക്ക് ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ വാങ്ങാം. ഉറപ്പാ. ക്രെഡിറ്റ് കാർഡില്ലേ? ഇതിന്റെ വില ഒന്ന് അറിയണമല്ലോ. ഇതിന്റെ വില എത്ര? പുള്ളിക്കാരൻ ആ വലിയ മീനിന്റെ പൈസ എഴുതുവാണ്. 40,000 ഹോങ്കോങ് ഡോളർ, അതായത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. ഏകദേശം 5 ലക്ഷം രൂപയോളം വരും കേട്ടോ ഈ ഒരു കാണുന്ന മീനിന്. പുള്ളിക്കാരൻ്റെ അടുത്ത് വില ചോദിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഫുള്ള് മീൻ വെള്ളമായി. ലൈഹാവോ. ഹലോ. 5 ലക്ഷത്തിൻ്റെ മീനാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന ഒരു ലൈന് മുഴുവൻ ഇതുപോലുള്ള ഭക്ഷണശാലകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയാൽ ഇത് തന്നെയാണ്. ആളുകൾ ഈ സംഭവങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ട് മീനൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും. അതെ, പറ. തീർച്ചയായിട്ടും. ഹോങ്കോങ് എന്തുണ്ട്? ഹോങ്കോങ് എങ്ങനെയുണ്ട് പറ. ഞാൻ വന്നിട്ട് ഇപ്പൊ 3 പുള്ളിക്ക് ഹോങ്കോങ് ഇഷ്ടമല്ല, കൊറിയാണ് കേട്ടോ ഇഷ്ടം. പുള്ളിക്ക് പട്ടിയാണ് ഇഷ്ടം കേട്ടോ. പട്ടീനെ ഇഷ്ടമുള്ള വ്യക്തിയല്ലേ? ഹലോ. ഇവിടെ നമുക്കൊരു ഗേറ്റ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് ഫിഷ് എന്തോ നമുക്ക് ഫിഷ് മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിൽ എന്തോ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ്. കാൻറ്റോണീസും ചൈനീസും ആക്ച്വലി എഴുതുമ്പോൾ സെയിം ആണ്, സംസാരിക്കുമ്പോൾ മാത്രമേ അതിൽ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ ഈ കാണുന്ന ബോട്ടൊക്കെ മീൻ പിടിക്കാനും അല്ലെങ്കിൽ സാധനമൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. അതുകൊണ്ട് ചെറിയ മീൻ പിടിക്കുന്ന ബോട്ടുകൾ, വള്ളങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ വലിയ യോട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കുറേ ഫുള്ള് ആ കാണുന്നതെല്ലാം അപ്പാർട്ട്മെൻറ്റ് ഏരിയകളാണ്. ഇവിടെ വേറൊരു പട്ടി നോക്കിക്കേ, കമ്പിളിപ്പത പോലെ ഇരിക്കണം കേട്ടോ. നോക്കിക്കേ, ആളുകളെല്ലാം വന്ന് ഇതിനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഈ കാണുന്നത് നമ്മുടെ സാധാ ഒരു നോർമൽ റെസിഡൻഷ്യൽ നെയ്ബർഹുഡാണ്. അതിനെല്ലാം ഇവർ ടൂറിസ്റ്റിക് ഏരിയ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കോഫി ഷോപ്പുകൾ, ഭക്ഷണശാലകൾ, ക്ലോത്തിങ് ഷോപ്പുകൾ, നല്ലൊരു വൈബ് കേട്ടോ. ധാരാളം മെയിൻലാൻഡിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല വിദേശികൾ ധാരാളം. ഇവിടെ വന്നപ്പം ധാരാളം പട്ടികളെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ലൈവ് ഏരിയ കേട്ടോ, ഫുള്ള് ടൂറിസ്റ്റുകളും. ഈ ഒരു ഭാഗത്ത് അതാണ്ട് ഇങ്ങോട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന നമ്മുടെ പിയർ ഭാഗങ്ങൾ. ഇവിടെ നിന്നൊക്കെ ബോട്ടിങ്ങിന് ധാരാളം പോയിട്ട് വരുന്ന ആളുകളൊക്കെയാണ്. നമ്മൾ ഇതിനിടയിൽ കോഫി കുടിച്ചു. വീണ്ടും അടുത്ത ബസ് കയറി അടുത്തൊരു സ്ഥലത്ത് ജസ്റ്റ് ഒരു ഹൈക്കിങ്ങിന് പോവുകയാണ്. ഇവിടെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബസ്സിൽ എന്താ ഫുള്ള് തിരക്ക്. ഇവരെല്ലാം കൂടുതലും ടൂറിസ്റ്റുകളാണ് കേട്ടോ. എല്ലാ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ചൈനീസ് ആളുകളെയാണ് ഫുള്ള്. എവിടെ പോയാലും ഏത് ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ പോയാലും ചൈനീസുകാരുണ്ട് അവിടെ.
നമ്മൾ വഴിയിൽ ബസ് ഇറങ്ങി ക്രോസ് ചെയ്തോ നമ്മളൊരു ചെറിയ ഹൈക്കിന് പോവാണ്. ഞാൻ ഇവരെ ഒരു ഹൈക്കിന് കൊണ്ടുപോവാണ്. ഇതാണ് കേട്ടോ. കേറിക്കോ പോ. പേടിയുണ്ടോ? 1 മണിക്കൂറാണ് ഹൈക്ക്. നമ്മള് ഇതാ കാടാണ് കേട്ടോ. ഇവിടെ ഹോങ്കോങ്ങില് കാട്ടില് ഫുള്ള് പാമ്പിന്റെ പ്രശ്നമുണ്ട്. അതാണ് വേറെ ഇത്. ഓ മൈ ഗോഡ്. ചേച്ചി സൂക്ഷിക്കണേ, മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരും പാമ്പിങ്ങനെ, മരത്തിന്റെ മുകളിൽ നിന്നേ തലയില്. പേടിക്കണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആസ് കോഷൻ. എന്താ ആൾക്കാർ പോകുന്ന കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഡേഞ്ചറസ് ആണ് നമ്മൾ എങ്ങനെ പോയാൽ തിരിച്ചു. കാരണം സംഭവിക്കേ അല്ല അപ്പം വാ, നമ്മൾ തൽക്കാലം ഈ വഴി വിട്ടിരിക്കുന്നു. ആൾക്കാർ ഇതിലൂടെ പോകില്ലാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ കാട് പിടിച്ച്. പക്ഷേ ഇത് പോകുന്ന താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. നല്ല ട്രെയിനാണ്. ഇവിടെ റോഡിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനും ആളുകൾക്ക് വന്ന് എന്താ പറയുക ഡേ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ ഒരു വെസ്റ്റേൺ കട്ട്സിൻ്റെ ഫീലാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് കണ്ടാൽ. അല്ലേ അല്ലേ? പറ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കാന്നോ? ഇനി ഞാൻ പറയാം. ചേച്ചി ഇപ്പൊ പറഞ്ഞത് ഈ ഒരു ഭാഗമൊക്കെ നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് പന്നികളാണല്ലോ, കാട്ടുപന്നികൾ. ഓ മൈ ഗോഡ്, തുടക്കത്തിൽ കണ്ടത് നന്നായി. ഫുള്ള് പന്നിയും പാമ്പും ഇവിടത്തെ കാടുകളിൽ ധാരാളം കാണാൻ സാധിക്കും. എന്തോ കയറി പോ നോക്കിയേ. ഓ, നമ്മൾ രാത്രി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ പന്നി ഉള്ളതുകൊണ്ട് ഇനിയിപ്പം പറ്റൂല കേട്ടോ. പന്നി മുകളിലോട്ട് കയറിപ്പോയി. ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇത്രയും നേരം ഇവിടെ നിൽക്കുമായിരുന്നു പന്നികൾ. നമ്മൾ അത് കിട്ടാത്തതുകൊണ്ട് തൽക്കാലം വേറെ ഏതോ കാട്ടിൽ കൂടെ ഉള്ള വഴി കണ്ടുപിടിച്ചു. ഇവിടെ ഇതൊക്കെ വില്ലേജുകളാണ് കേട്ടോ. നമ്മൾ ഇടുക്കിയിലെ പോലെ അരുവികളുടെ സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാം അലക്കാതിരുന്ന. നിങ്ങൾ ഉദ്ദേശിച്ച് മാത്രം തന്നെ. അതെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ, അല്ലേ? രസം, കേരളത്തിനെക്കാട്ടി രസമുണ്ടല്ലേ? എനിക്ക് തിരിച്ച് പോവില്ല കേട്ടോ കേരളത്തില്. കേരളത്തിന്റെ അത്ര രസമില്ല. കേരളത്തിന്റെ അത്ര രസമില്ല എന്തൊക്കെ പറഞ്ഞാലോ. ഇല്ല കേരളത്തിന്റെ കാട്ടിന്റെ അത്ര രസമില്ല. ഉണ്ടോ? കേരളത്തിന്റെ പകല് ഞാൻ പറയട്ടെ, പകല് നോക്കുമ്പോ ശരിക്കും എന്താ പറയാ ഒരു നല്ല പ്രകൃതി സൗന്ദര്യം ഇവിടെ ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ അങ്ങനെ ചേച്ചി അപ്പൊ നല്ല കാടി പോവാത്തോണ്ടാ. കേരളത്തിന്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിന്റെ ഒരു ഭംഗി വേറെ. ഇവിടെ ഹോങ്കോങ്ങിൽ താമസിക്കുമ്പോ ഈ ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് വളരെ, കാരണം ഇവിടെ സിറ്റികൾ മാത്രം കണ്ടിട്ട് നമ്മൾ ഇത് കാണുമ്പോ പെട്ടെന്ന് ഇത് ഇവിടേക്ക് എന്താ ഇതൊക്കെ ഓരോ വീടുകളുടെ. അതെ, ഇവിടെ വീടുകളാണ്. ഇതൊക്കെ നമ്മുടെ മൗലിലോങ് പോയ ഫീലാണ് കേട്ടോ. ഇവിടത്തെ ഒരു വില്ലേജ് ആണ് കേട്ടോ, ഒത്താവ് വില്ലേജ്. വെരി നൈസ്. എന്താ പറയാ, നമ്മള് ലോക്കൽ ആളുകളുടെ വീട്ടിന്റെ വഴി കൂടെയാണ് കേട്ടോ പോകുന്നത്. ഈ വഴി ആയിരിക്കണം. പണക്കാരുടെ വീടല്ലേ, ലക്ഷറി വീടുകളാണ് കേട്ടോ ഇവിടത്തെ. ഇതാ കണ്ടോ, നമ്മൾ പണക്കാരുടെ വീട്ടിന്റെ മുന്നിലൂടെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതൊക്കെ വില്ലേജിൽ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ സംഭവം. ഫുള്ള് നമ്മുടെ നേച്ചറുമായിട്ട് ഭയങ്കര താരതമ്യം, എന്താ പറയുക, സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ്. പെട്ടെന്നൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ ഹോങ്കോങ് സിറ്റിന്ന്? യെസ്, അതിന്റെ കാരണം എന്താ? മാഹിന്റെ കൂടെ വന്നതിന് താങ്ക്സ് പറയൂ, നന്ദി പറയൂ. ചേച്ചി നന്ദി പറയൂ. 5 വർഷമായിട്ടുള്ള ചേച്ചി. ഇവരെല്ലാരും നെട്ടിയിരിക്കുവാണ് കേട്ടോ. ആദ്യമായിട്ട് വന്നതുപോലെയാണ് ഇവരുടെ എല്ലാം സംസാരം. ഞങ്ങൾ ആദ്യമായിട്ടാ വന്നത്. ഇങ്ങോട്ട് നമുക്ക് പോവേണ്ടത്. വെൽക്കം ടു ദ ജംഗിൾ റോഡ്. പന്നി വരുമെന്തോ പടച്ചോനെ. ഇത് വഴിയാണ് കേട്ടോ. ശരി, ഞാൻ തമ്നയിലിടും. പന്നി വന്നാൽ ഞാൻ പറയും പന്നികളെ പന്നി ഇടിച്ചു ആക്രമിച്ചു. തമ്നയിലിടും കേട്ടോ. ചെറിയ വഴിയാണ് കേട്ടോ.
അടിപൊളിയാട്ടോ സംഭവം, സൂപ്പർ അല്ലേ? വീണ്ടും നന്ദി പറയൂ. നന്ദി നന്ദി ഒന്നും കൂടെ. നന്ദി നന്ദി അതെ അതെ നന്ദി നന്ദി. ഈ പട്ടിയെ കൊണ്ട് എൻ്റെ കൈയൊക്കെ വിറയ്ക്കുവാണ്. പട്ടി ഓടും വരും. എന്റെ കാലൊക്കെ നിന്ന് വിറയ്ക്കുന്നുണ്ടോ? ആ വീട്ടിൽ വളർത്തുന്ന പട്ടികളാണ്. അതാ ഉണ്ടോ? എങ്ങനെയെങ്കിലും അതിനെ ഫ്രണ്ടാക്ക്. രക്ഷപ്പെട്ടു നീ ഉള്ളതുകൊണ്ട് സമാധാനം. ഇവനെ കമ്പനിയാക്കി നമുക്ക് ട്രെയിനിൽ കൊണ്ടുപോയാലോ? ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള പടയും കൂടി വരും. എനിക്ക് നന്നായിട്ട് എനിക്കോ? ഞാനുള്ളോട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ നെഞ്ചൂടെ കത്തുവാ. ഒരാളെ ഇറക്കുന്ന വൈകിട്ട് ഞാനുള്ളോട്ട് രക്ഷപ്പെട്ടടാ. ക്രെഡിറ്റ് ഇവിടെ. ഞാൻ ഈ തൂണിൽ ഓടി വന്നത് ചാടി കേറാനാ. തൂണിൽ ഇവിടെ അങ്ങനെ പട്ടികളെ വീടുകളിൽ വളർത്തുന്ന പട്ടികൾ. അവിടെ ഒരു വീടുണ്ട്. ഇതെന്റെ പുറകെ വരും മിക്കവാറും. ഇതിനെ കൊണ്ട് പോകണ്ട. നമുക്ക് അതിനെ കൊണ്ട് പോവാം. വാ ഒന്ന് ചെയ്യും. ഇത് ഇങ്ങോട്ട് തന്നെയാണോ വഴി? അങ്ങോട്ടാ. എന്നെ ചിരിക്കുവാണ് കേട്ടോ. ചേച്ചിക്ക് വരും കേട്ടാ. പന്നി വരും കേട്ടോ ഇനി. ഞാനിവിടെ കിടന്ന് വേറെ കുളിക്കുമ്പോ പോവും. വേണമെങ്കിൽ തിരിച്ചു വിടാ. ഇല്ലെങ്കിൽ അത് കുരയ്ക്കുമ്പോ പോവല്ലേ? അതാ വിളിക്കുന്ന. ഇതിന്റെ വേറെ മൊബൈൽ എല്ലാവർക്കും പേടി. പറഞ്ഞു വരുന്നു. ആഹോ നിന്നെ അങ്ങോട്ട് പോകും. നിങ്ങളെ കൊണ്ടുവന്ന് എന്നെ നമ്മളെ കൂടെ വാ പ്ലീസ്. 36 വയസ്സെന്ന് പറയണത്. പേടി? എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാ. എനിക്കും. ചേച്ചി പയ്യെ പോ ചേച്ചി. വരുന്നില്ല. അല്ല വിളിക്കൂ. വേറെ പട്ടി പറഞ്ഞു. ചേച്ചി എല്ലാരും ഒരുമിച്ച് പോകാം. ചേച്ചി പയ്യെ പോ. എനിക്കതിലും പേടി സംഭവിക്കുന്നു. ചുമ്മാ ചേച്ചി. ഹലോ ചേച്ചി വിളിയേച്ചി പ്ലീസ്. ഹലോ ചേച്ചി ഓടല്ലേ. ചേച്ചി വെയിറ്റ് ചെയ്യ്. അനില അല്ല. നീ ഇറങ്ങിപ്പോ. വെയിറ്റ് ചെയ്യ്. നീ പൊക്കോ. ഒന്ന് പിടിച്ചേച്ചി. എന്റെ പള്ളിയെ സത്യം പറയാലോ. നീ അവിടെ നില്ല്. നീ പട്ടിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒബ്ബോ ചുമ്മാരി. ഹലോ ചുമ്മാരിടാ. കൊതുവും. ഒബ്ബോ. ഈ ധൈര്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ടതായിരുന്നു. പട്ടിയെയും പാമ്പിനെയും എനിക്ക് പേടിയാ. പാമ്പാണ് ഏറ്റവും വലിയ പേടി. നന്നായിട്ട് മനസ്സിലായി. എങ്ങനെ വിറച്ച് കാലുകൊണ്ട് കൂട്ടിയിടിക്കുക. അതെ കൂട്ടിയതെങ്ങനെ. ചേച്ചി ഫേമസ് ആക്കാത്തോണ്ട് നീ രക്ഷപ്പെട്ടു. അതെ ഞാനുള്ളത് കൊണ്ട് എല്ലാരും രക്ഷപ്പെട്ടു. പട്ടിയെ പേടിക്കാത്ത ഞാൻ നന്ദി പറയുന്നു കേട്ടോ. താങ്ക് യു. സത്യം പറയാലോ ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് നിന്ന് സമാധാനേ. ഇനി പന്നികളാ. ഇനി നമ്മൾ പന്നിയെ സൂക്ഷിക്കണം. എനിക്ക് പേടിയാണ്. ചേച്ചി സൗണ്ട് ഓഫ് ചെയ്തോ. എന്നാൽ നമുക്ക് മനസ്സിലാവും പന്നി വരുമ്പോ. പന്നിയുടെ സൗണ്ട് കേൾക്കുന്നേ. എന്താ അതെന്നാന്ന് എനിക്കറിയാം. ഞാൻ കണ്ടു. അത്ഭുത വിളക്കോ? അത്ഭുത വിളക്ക് പോലെ ഉണ്ട്. അത്ഭുത വിളക്കാണ് കേട്ടോ. ഇവിടത്തെ കാട്ടിലെ അത്ഭുത വിളക്കതാ. പാമ്പിന് വില ഉണ്ടെങ്കിൽ ഇതെന്തിനായി കമ്പക്ക? നീയല്ലേ വരുടെ പന്നീനെ. പന്നിയുണ്ട് കേട്ടോ. പന്നിയുടെ സൗണ്ട് കേട്ട്. പന്നി ഇവിടെ നമ്മൾ 7 മിനിറ്റ് നടന്നാൽ ഈ കാട് കടക്കാമെന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. എന്താ എന്തിനാ ഇത്ര പേടി? എടാ നിന്റെ പട്ടീനെ കണ്ടപ്പോൾ ഉള്ള പേടി ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അന്ന് നിന്നെ രക്ഷപ്പെടുത്തിയ ഞാനാ. നന്ദി. പേടിയാവുന്നോ? ഇതെന്താ എന്ത് പറ്റി? പേടിക്കണെന്തിനാ കുഞ്ഞെ? ഇങ്ങ വാ ഓട്. നടാ
ആ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വെട്ടം വരുന്നുണ്ട്. വടി വെച്ചോ, പന്നി വന്നാൽ അടിക്കാം. നമ്മളങ്ങനെ കാട് കഴിഞ്ഞ് വീണ്ടും നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ, വില്ലകൾ, നല്ല രസമുണ്ട്. ഇവിടെ ഉള്ള ലോക്കൽസിൻ്റെ വീടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലമുകളിൽ താമസിക്കുന്ന ആളുകളാണ്. മിനി കൂപ്പർ, മലമുകളിലെ മിനി കൂപ്പർ. എല്ലാവരുടെ കയ്യിലും നല്ല പൈസയാണ്. ഇതെല്ലാം പഴയ വീടുകളാണ്, പഴയ ഹോങ്കോങ്ങിങ് വീടുകളാണ്. എന്താ പണ്ടത്തെ കാലത്തെ കൊടിശ്ശന്മാര് വന്ന് മേടിച്ചതാ. ഈ വില്ലേജ് വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് മോനെ. അതാണ് നമ്മുടെ സായ്ക്കുങ്. നമ്മൾ നേരത്തെ നിന്നില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ ഉള്ള ആളുകൾക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടും. മലമുകളിൽ താമസിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ഉള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊരു ചെറിയൊരു ലോക്കൽ നെയ്ബർഹുഡാണ്. കൊള്ളാം കേട്ടോ, അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും പറയും എനിക്ക് 24 വയസ്സ്. 3 വർഷമായിട്ട് 24 വയസ്സെന്ന് പറയുന്നു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അത് പല ആൾക്കാരുടെയും തെറ്റാണ്. പക്ഷെ നാളെ മുതൽ എനിക്ക് 25 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 25 വയസ്സാവുന്നു എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി ഓൾറെഡി പാട്ടാക്കി. അങ്ങനെ ഇവർ ആക്ച്വലി ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുവാണ്. എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്ക് കേക്ക് എന്നെ സർപ്രൈസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് കേക്ക് വാങ്ങുവാണ് കേട്ടോ, ബർത്ത്ഡേക്ക്. പിന്നെ ഭക്ഷണം കാണിക്കണം. അങ്ങനെ ഞാൻ വന്നു, ഫ്രഷായി. ഇവരൊന്നും ഫ്രഷ് ആയില്ല, അവർക്കൊന്നും വലിയ ബാധകമില്ലെന്നാണ് അവർ പറഞ്ഞത് അല്ലേ? കോമൺ. അതെ, അവര് കഴിച്ചിട്ടൊക്കെ ഫ്രഷ് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഫ്രഷായി. ഓക്കെ, കറക്കം തീർന്നിട്ടില്ല, നമ്മുടെ കറക്കം തുടരുകയാണ്. ബർത്ത്ഡേക്ക് കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഭക്ഷണത്തിന് മുന്നിലേക്കാണ് കേട്ടോ. നമ്മളിവിടെ ചേച്ചിയുടെ വീട് ഈ കാണുന്നതാണ്. ആന്റി, ഇവിടെ ചേച്ചിയുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത ഒരു ആന്റി ഉണ്ട്. ഹായ്, കൈസാ ഹേ? സോറി, ഹൗ ആർ യു? സോറി, നോ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, യു നോ, ഡോണ്ട് വറി. Okay. Okay, all right. No, okay. ആന്റി അപ്രോണൊക്കെ ഇട്ട് നിൽക്കുവാണ് കേട്ടോ. ഓക്കെ, ഷുവർ. നമ്മളിവിടെ ചോറുണ്ട്, ഇവിടെ മീൻ പൊരിച്ചതുണ്ട്, ഇവിടെ വിഴുക്ക്. ഇതെന്താ, പയറാഴ്ച? നമ്മുടെ വള്ളിപ്പയർ. പിന്നെ ഇവിടെ ചിക്കൻ ഉണ്ട്. പിന്നെന്താ ഉള്ളേ? ചിക്കൻ, മോരുണ്ട്. ശരി, പപ്പടമുണ്ട്. ഇനി എന്തൊക്കെ വേണം അല്ലേ? മട്ട റൈസ്. നാടൻ. എന്റെ വീട്ടിൽ ഒരു വെള്ള അരി കിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ഹോങ്കോങ്ങിൽ കിട്ടി മട്ട റൈസ് കിട്ടി കേട്ടോ. എല്ലാം തനി നാടൻ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണല്ലോ. ചേച്ചിയാണെങ്കിൽ നേരെ മുഖത്ത് നോക്കി പറയായിരുന്നു. അതുകൊണ്ടാ, ചേച്ചിയാണെങ്കിൽ എനിക്ക് മുഖത്ത് നോക്കി പറയായിരുന്നു, കൊള്ളൂല എന്ന്. ഭക്ഷണം കഴിക്കാം. എന്റെ 24 വയസ്സിലെ അവസാന സപ്പർ. 24 വയസ്സിലെ അവസാന സപ്പർ കേട്ടോ. സപ്പർ വിത്ത് നേഴ്സും വിത്ത് നേഴ്സസ് ആന്റി ചേച്ചി. അപ്പം ഞാൻ കഴിക്കട്ടെ, ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അവസാനം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ മാങ്ങയും ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ധാരാളം കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇവിടെ കൃഷി ഉണ്ടോയെന്ന് അറിയില്ല. ആൻറ്റി, താങ്ക് യു സോ മച്ച്. The food was so delicious. I don't know. The food was so delicious. My name is Mahin. Yeah. Mahin. Yeah. I'll show you later. What's your name? My name is Christian name is Rosemary. Rosemary. So they call me Bala also. Bala. Just like that. Oh, okay. Thank you. The food was so nice. Thank you for meeting us also. Yeah. Food അല്ല സോറി, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ with you. താങ്ക് യു സോ മച്ച്. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പം ആന്റി പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ഇട്ട് വന്ന കേട്ടോ. നൈസ്, യു ലുക്കിംഗ് നൈസ്. Thank you. So beautiful. Okay now. Okay. നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്.
എൻ്റെ ബർത്ത്ഡേ കേക്ക് ഇതുകൊണ്ട് വണ്ടിയിലിരിക്കുകയാണ് കേട്ടോ, സൈക്കിളിൽ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പോയിട്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു പാലവും അവിടുത്തെ ബാക്കി നമ്മുടെ കടലിൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ ഹോങ്കോങ് ഐലൻഡ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമേ. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കടൽപ്പാലം. ഇവിടെ കണ്ടില്ലേ കുറേ ബിൽഡിങ്ങുകൾ, രാത്രി ഇങ്ങനെ ലൈറ്റത്ത് ഇതുപോലുള്ള ഫ്ലാറ്റുകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ 24ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. എനിക്ക് വിഷമമാണ് കേട്ടോ എൻ്റെ 25ാമത്തെ വയസ്സായെന്ന് കാക്കുമ്പോൾ. കാരണം പ്രായം തോറും പ്രാരാബ്ധവും കഷ്ടപ്പാടും എല്ലാം കൂടും. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. പല ആൾക്കാർക്കും ബർത്ത്ഡേ എന്ന് നോക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു ഫീലിങ്സോ അത് ആഘോഷിക്കണമെന്നുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ ഭയങ്കര ഇതൊന്നും വരാറില്ല കേട്ടോ. പിന്നെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ആഗ്രഹമുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അത് ഓരോ വർഷം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ വയസ്സ് കൂടുന്തോറും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സോടെ, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരെ എനിക്ക് വേണ്ടി താങ്ക് യു, എല്ലാവരോടും വലിയൊരു നന്ദി കേട്ടോ. താങ്ക് യു. അതെ എൻ്റെ പൈനാപ്പിൾ കേക്ക് മുറിക്കാനായിട്ട് ഞാൻ മാംഗോ കേക്കാണ് കേട്ടോ ഈ കാണുന്നത്. ചേച്ചി താങ്ക് യു കേട്ടോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ചേച്ചി. അങ്ങനെ എല്ലാവർക്കും വേണ്ടി മുറിക്കട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday to dear Mani. Happy birthday to you. Thank you. May God bless you. May God. ചേച്ചി എന്നാ കഴിക്കൂ ചേച്ചി. ലൈറ്റിൽ ക്യാൻഡിൽ കത്തിക്കാനുള്ള നമുക്ക് ഇതാ കഴിക്കൂ. ചേച്ചി താങ്ക് യു. അയ്യോ ഞാൻ നിനക്ക് എനിക്കൊരു കേക്ക് തിരിച്ചു തരാനുള്ള ഒരു ഫുഡ് കണ്ടാ ഞാൻ ശരി ഞാൻ ഓക്കെ. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ 25ാമത്തെ ബർത്ത്ഡേ ഞാനിവിടെ ആഘോഷിച്ചിരിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ എന്നെ വളരെ കേക്കൊക്കെ വാങ്ങിച്ച് സന്തോഷപ്പെടുത്തിയ ചേച്ചിയുടെ രണ്ട് പുതിയ കുട്ടികൾക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പൊ ഇനി മുതൽ ഹിച്ചക്കി കമാൻഡിന് 25 വയസ്സാണ് കേട്ടോ. 25 വയസ്സ്. ഓ മൈ ഗോഡ്, എനിക്ക് നെഞ്ചോരം എടുക്കുന്നു കേട്ടോ. ഇനിയും ഒരുപാട് വയസ്സ് കൂട്ടരുത് ചെയ്യട്ടെ. അതെ അല്ല 25ാമത്തെ വയസ്സിൽ ഒരുപാട് 25ാം വയസ്സിൽ എത്ര? 89 രാജ്യം 25ാം വയസ്സിൽ. ഞാൻ അതിൽ കൃതജ്ഞനാണ്. അതെ, നിനക്ക് ഇത്രയും നല്ല ഫ്രണ്ട്സ് 25ാമത്തെ വയസ്സിൽ. അതാണ് 24ാമത്തെ വയസ്സിലെ അവസാന ദുരന്തം. 25ലെ ആദ്യത്തെ ഭാഗ്യം. 25ലെ ഓക്കെ. അപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞോളൂ കേട്ടോ. ഒന്ന് വിഷമം, വയസ്സ് കൂടിയതിന്റെ വിഷമം. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ അല്ലേ ഒരു നല്ല നിമിഷങ്ങള്. യെസ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എല്ലാവരുടെ അടുത്തും ഭയങ്കര സന്തോഷം കേട്ടോ. ഉള്ളിൽ സന്തോഷമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അത് വയസ്സ് കൂടി. ഓക്കെ, ഞാൻ കട്ട് ചെയ്യട്ടെ. ഇവിടെ ആക്ച്വലി ഇതുപോലുള്ള ഫ്ലാറ്റുകളുടെ താഴെ ഇത്രയും ഒരു സ്ഥലമില്ലേ. ഇവിടെ ചെറിയ ഈ സ്ക്വയർ റെക്റ്റാങ്കിൾ പോലെ ആളുകൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവരുടെ സ്വന്തം പച്ചക്കറി നടാൻ വേണ്ടിയുള്ള ഒരു പ്ലോട്ട് പോലെയാണ് കേട്ടോ ചെറിയ ഇത്. എന്താ അവസ്ഥയല്ലേ ഇങ്ങനെ ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇതാ ഇവിടെ നല്ല മഴ കേട്ടോ. അയ്യോ, മഴ എന്ന് പറഞ്ഞാൽ മഴയത്ത് ആടി ഉലയുന്ന 3 പെൺകുട്ടികൾ. ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. മഴ വന്ന് കാറ്റെടുത്തോണ്ട് ഇപ്പം പോകുന്നു. അങ്ങനെ അവസാനം രാവിലെ എണീറ്റു. രാവിലെ നല്ലപോലെ കിടന്നുറങ്ങി. ഇന്നലെ ഒരു നല്ല അടിപൊളി സിനിമയൊക്കെ കണ്ടു. ഞാൻ നല്ലതുപോലെ നല്ല സിനിമയായിരുന്നു കേട്ടോ. ആ സിനിമയുടെ പേരെന്തായിരുന്നു? 3BHK എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയാണ് കേട്ടോ. നല്ല സിനിമ, ഫാമിലീസ് ഒക്കെ കാണണം. ഹായ് മോർണിംഗ് ചേച്ചി, എന്നിട്ട് സുഖമല്ലേ? ഹായ്,
ഒരാളോട് പോയോ? ഒരാൾ പോയാട്ടോ, രാവിലെ പോയി. കൊടുങ്കാറ്റെന്ന് പറഞ്ഞ് റൂമിലെന്തോ തുണി ഉണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഇവിടെ ക്രസന്റ് പിസ്തയും ഇതും വെച്ചിട്ടുള്ള ബ്രെഡിന്റെ ഒരു കലാവിരുത്. ഇത് മുട്ട കോഫി അല്ലേ. ഞാൻ ഇവിടുത്തെ ചേച്ചിയുടെ റൂം കാണിച്ചു തരാം. അടിപൊളിയാട്ടോ. ഇത് വേറൊരു റൂം. ഇത് എൻ്റെ അമ്മ നോക്കിക്കേ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ആക്ച്വലി കേട്ടോ. അടിപൊളി. അപ്പോൾ വേറെ ലെവൽ കേട്ടോ. കാരണം ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു എൻ്റെ ആണ് കേട്ടോ, ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ എൻ്റെ ആണ്. പിന്നെ ഫുള്ള് ഈ കുന്നിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി കേട്ടോ. ഫുൾ ഓപ്പൺ ഗ്ലാസ്, നല്ല അടിപൊളി. ഇത് ഞാൻ ഇന്നലെ കണ്ടില്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് കേട്ടോ ഇത് കണ്ടത്. അങ്ങോട്ടല്ലേ? ഓ ശരി തന്നെ. എനിക്കൊന്ന് അപ്പുറത്തെ റൂമാണെങ്കിൽ നല്ല സി വി കിട്ടും അല്ലേ? അപ്പുറത്തെ റൂമാണെങ്കിൽ നല്ല സി വി കിട്ടും. ഇവിടെ താണ്ട ഒരു കുഞ്ഞ് ചെറുതായിട്ട് കൊണ്ട് അവിടെ കാണുന്നില്ലേ, ആ കാണുന്നത് കടലാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. യെസ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിവിടെ കുറച്ച് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് കുറേ സുഹൃത്തുക്കളെ, കുറച്ച് ട്രാവലേഴ്സിനൊക്കെ കൊണ്ട് ഞാൻ ഇവിടത്തെ ഗുരുദ്വാര, സിഖ് ഗുരുദ്വാരയിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഇറങ്ങിയാണ്. ഇവിടെ കുറച്ച് പേരുണ്ട്. ഹായ്. Say hi and your each country. Hi, America. What's your name? Sorry. Jacqueline. Hi, Bree from US. Hi, Nick, Belarus. ഇവനെ നമ്മൾ സുഡാനി വെച്ച് കാണേണ്ടായിരുന്നു, സോറി ഈജിപ്തിൽ വെച്ച് കാണേണ്ടായിരുന്നു, കണ്ടില്ല. Hong Kong, Leslie. ലെസ്ലി. Sri from India. ശ്രീ ഫ്രം മലയാളിയാണ്. Sue from Morocco. ഇത് മൊറോക്കോക്കാരി. അപ്പൊ നമ്മൾ ഇവിടത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അടിപൊളി കേട്ടോ. അതിന്റെ മുകളിലോട്ട് കയറിയപ്പോൾ നല്ല ഈ സ്കൈ സ്ക്രാപ്പേഴ്സ് എല്ലാം കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു ബിൽഡിങ്ങിൽ അവൻ കൊണ്ടുവന്നതാണ്, ബെലാറൂസുകാരൻ കൊണ്ടുവന്നതാണ്. ഇവിടെ നമ്മുടെ കുറച്ച് ഇലക്ട്രോണിക് കാറുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ മെട്രോയിലോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ടീം താണ്ടെ നൂഡിൽസ് ഒരു ഇത് സംഭവങ്ങൾ വെച്ചിട്ട് ഒരു പ്രൊമോഷന് വേണ്ടി ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് കിട്ടും. സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ശ്രീ രജിസ്റ്റർ ചെയ്യ്, നമുക്ക് നൂഡിൽസ് എടുക്കാം. താങ്ക് യു സോ മച്ച്. നമുക്കൊരു നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. പക്ഷെ ഇവരുടെ പ്രൊമോഷണൽ മെസ്സേജും സംഭവങ്ങളൊക്കെ ഇവിടെ വരും. ഞാൻ നൂഡിൽസ് കൊണ്ട് ചേച്ചിയുടെ അവിടെ പോയി. പിന്നീട് കുറേ സംഭവങ്ങൾ നടത്തി കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചു, പിന്നീട് നമ്മൾ പൂളിൽ പോയി, പിന്നീട് കുറേ നേരം ചേച്ചിയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് വിട്ടു രാത്രി. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ ചേച്ചിയുടെ അവിടെ നിന്ന്. പിന്നെ ബാക്കി കുറേ വീഡിയോകളൊക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അങ്ങനെ ഞാൻ 25 വയസ്സായിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സമയം എല്ലാവരും പോയി.